ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട കഞ്ഞിക്കുഴി ഇടപെട്ടകാരനും എൻ്റെ സുഹൃത്തുമായിരിക്കുന്ന ബിജു തോമസ് അച്ഛൻ, ഇന്ന് മുഖ്യ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ജോയി അച്ഛൻ, പ്രാർത്ഥിച്ച് ഈ സമ്മേളനം ആരംഭിച്ച ജോർജ് പി ചന്ദ്രനച്ചൻ, നമ്മുടെ മഹാനവ അൽമായ സെക്രട്ടറി ശ്രീ വർഗീസ് ജോർജ് പി സാറ്, ജോസഫ് ശ്രീ പ്രേമച്ചൻ, അതുപോലെ തന്നെ റോയി അച്ഛൻ, ജയ്സൺ അച്ഛൻ, ബഹുമാനായിരിക്കുന്ന സഭാ ശുശ്രൂഷകരെ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ, ആദരണരായിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളെ, വിവിധ ഇടവുകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സ്നേഹവും വാത്സല്യമുള്ളതായ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ അഭിവാദ്യങ്ങൾ വിനയപൂർവ്വം അർപ്പിക്കുന്നു. ട്രൈബ് ആൻഡ് ദളിത് രണ്ട് പദങ്ങളാണ്. ട്രൈബൽ, ദളിത്. ട്രൈബ് എന്ന് പറയുന്ന പദം ട്രിബസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ട്രൈബ് എന്ന് പറയുന്ന പദം ഉണ്ടായത്. ഈ ട്രൈബ് എന്ന് പറയുന്ന പദത്തിന് അർത്ഥമുണ്ട് പ്രാചീനമായ ഒരു സാമൂഹിക ഭരണക്രമത്തെ സൂചിപ്പിക്കാനാണ് ട്രൈബ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ രസകരമായ കാര്യം, നമ്മുടെ ഭരണഘടന പറയുന്ന ഒരു അർത്ഥമല്ല അതിനുള്ളത്. ഈ ട്രൈബിന് ഒരു പ്രത്യേകതയുണ്ട്. പൊതുവായ ഒരു ദേശത്തിൻ്റെ അതിർത്തിയുണ്ട്, പൊതു പൈതൃകത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്, പൊതുവായ ഒരു ഭാഷയുള്ളവരാണ്, പൊതുവായ ഒരു സംസ്കാരം അവർക്കുണ്ട്, പൊതുവായ ഒരു പേര് അവർക്കുണ്ട്. എന്നാൽ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക പിന്നാക്കാവസ്ഥയാണ് ഈ ദളിത് ആൻഡ് ട്രൈബൽ വിഭാഗങ്ങളിൽ. എന്നാൽ അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു സാംസ്കാരിക പശ്ചാത്തലം ഉള്ളവരാണ് ഈ ട്രൈബ് ആൻഡ്. ഞാൻ ഇതിന്റെ ഒറിജിനെ കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയായിരുന്നു, ട്രേസിംഗ് ഔട്ട് ദി ഒറിജിൻ ഓഫ് ദ ആദിവാസി ആൻഡ് ദളിത്. അതിനെ കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ നമ്മൾ സിന്ധു നദീതട സംസ്കാരത്തിൽ വരെ അതിനപ്പുറത്തേക്ക് നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ കടന്നുപോയാലാണ് ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ അവർ ഒറിജിനൽ ഏകദേശം BC 2700-നും 1500-നും ഇടയിൽ ഇന്ത്യൻ മോഹൻജദാരായാലും, മോഹൻജദാരോ എന്ന് പറഞ്ഞാൽ തന്നെ പദത്തിന്റെ അർത്ഥം മരിച്ചവരെ കൊന്നതാണ്. മോഹൻജദാരോ ഹാരപ്പൻ നാടുകളിൽ ഇന്ന് പാകിസ്ഥാനിലാണ് ഈ പ്രദേശപ്പെടുന്നത്, എന്നാൽ ഹരിയാനയുടെ കുറെ പ്രദേശങ്ങളിലുണ്ട്. ഇവിടെയെല്ലാം വസിച്ചിരുന്ന ഒരു ജനവിഭാഗമുണ്ട്, അവിടെയാണ് ദ്രവീഡിയൻസ് എന്ന് വിളിക്കുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു ജനവിഭാഗമാണ്. ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു പുസ്തകമുണ്ട്, വളരെ മനോഹരമായ ഒരു പുസ്തകമുണ്ട്. ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള, വളരെ ആധികാരികമായി പഠിച്ചിരിക്കുന്ന ബ്രിട്ടീഷുകാർ ധാരാളം പേര് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ജോൺ മാർഷൽ ഇതിനെക്കുറിച്ച് ആധികാരികമായ പഠനം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ കാസ്റ്റ്, ക്ലാസ് ആൻഡ് ഓക്യുപ്പേഷൻ ഇൻ ഇന്ത്യ ഖുറയുടെ ഒരു പുസ്തകമുണ്ട്, കാസ്റ്റ് ആൻഡ് ഓക്യുപ്പേഷൻ ഇൻ ഇന്ത്യ. ഇതിൽ ഈ ട്രൈബൽ അല്ലെങ്കിൽ ആദിവാസികൾ എന്ന് പറയുന്നത് ആദിമ നിവാസികൾ എന്ന് പറയുന്ന അതിന് രൂപം വന്നാണ് പിന്നെ ആദിവാസികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പൊതുസമൂഹത്തിന്റെ ചിന്തയെന്ന് അപരിഷ്കൃതരായ അല്ലെ ഒരു ജനവിഭാഗം. പക്ഷെ അങ്ങനെയല്ല, ഇന്ത്യയുടെ സംസ്കാരത്തിൽ ഏറ്റവും സാംസ്കാരിക പാരമ്പര്യമുള്ളവരായിരുന്നു ഈ ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ കാസ്റ്റ്, ക്ലാസ് ആൻഡ് ഓക്യുപ്പേഷനിൽ പറയാണ്, ഈ ദ്രാവിഡ സംസ്കാരത്തിന് മുമ്പ് ഇന്ത്യയിൽ വന്ന അല്ലെങ്കിൽ എല്ലാം നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാവരും കുടിയേറ്റക്കാരൻ. സെന്റിനൽ ദ്വീപ് എന്ന് പറയുന്ന നിങ്ങൾ ആൻഡമാൻ നിക്കോബാറിന്റെ അടുത്തൊരു ദ്വീപുണ്ട്. അവിടെയാണ് ലോകത്തിലെ പ്യൂർ ആയിട്ടുള്ള, അതായത് മറ്റ് ആരുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ട്രൈബൽ ഗ്രൂപ്പുകൾ സെന്റിനൽ ദ്വീപ്. അതിന്റെ ഫലം നിങ്ങൾ കണ്ടു കാണാൻ. നേരത്തെ മിഷണറി അവിടെ വന്നു, അദ്ദേഹത്തെ അവർ അമ്പ് ചെയ്ത് കൊന്നു, അദ്ദേഹത്തെ അടക്കി. സെന്റിനൽ ഗ്രൂപ്പിലുള്ള ട്രൈബൽസ് മാത്രമാണ് വേറെ ആരുമായിട്ട് ബന്ധമില്ലാത്തത്. ബാക്കിയുള്ള ആദിവാസി അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പാണ് ഇന്ത്യയിൽ എല്ലാവരും കുടിയേറ്റം. ആഫ്രിക്കയിൽ നിന്ന് ഒരു യാത്ര ചെയ്ത് ഇന്ത്യയിൽ വന്ന് 3-4 കുടിയേറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ കുടിയേറ്റം എന്ന് പറയുന്നത് ഈ ട്രൈബൽ ഗ്രൂപ്പിന്റെ കുടിയേറ്റമാണ്. രണ്ടാമത്തെ ദ്രവിഡിയൻസ്, മൂന്നാമത്തെ ബർമ ടിബറ്റൻ ഭാഗത്തുള്ള കുടിയേറ്റം, 4ാമതായിട്ടാണ് ആര്യന്മാർ ഇന്ത്യയിൽ വന്നത്. വളരെ സംസ്കാര സമ്പന്നരും സമാധാനപ്രിയരും സമഭാവനയോടുകൂടെ രാജ്യമുണ്ടായിരുന്നവരുണ്ട്. നാട്ടിൽ ഉദാഹരണമായിട്ട് പറയും കോഴിമല രാജാവ്. നമുക്ക് ത്രിപുരയിലും കോഴിമലും മാത്രമേ രാജാക്കന്മാരുള്ളൂ. എനിക്ക് അതിനെക്കുറിച്ച് ഈ നമ്മുടെ മലയാളി സമുദായത്തിന്റെ ഒരു രാജാവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊന്നും നടത്തിയെന്നറിയും. മധുരയിൽ നിന്ന് വന്നെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചരിത്രം വായിച്ചിട്ടുണ്ട്. അപ്പോൾ മധുര വന്ന കാലഘട്ടത്തിൽ ഒരു രാജ അല്ലെങ്കിൽ വംശം തീർച്ചയായിട്ടും ഉണ്ടാകണം. അതേക്കുറിച്ച് പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല. ആഴത്തിൽ പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരൊക്കെയാണ് ഈ ചരിത്രത്തെ കുറിച്ച് കൂടുതൽ പറയുന്നത്. നമുക്ക് ഇതിനൊന്നും വലിയ താല്പര്യമുള്ള വിഷയം അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിന് വലിയ താല്പര്യങ്ങൾ. എന്നാൽ ഇങ്ങനെ ഈ 4 കുടിയേറ്റത്തിൽ ഇവരുടെ ഈ ട്രൈബൽസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സമാധാനപ്രിയ. എന്നാണ് ഈ പറയുന്ന ജനവിഭാഗം ഇങ്ങനെ അധസ്ഥിതരായിപ്പോയി? അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഭാരതത്തിലെ ആദിമ സംസ്കാരത്തിന്റെ ഈറ്റില്ലമായിരുന്ന
ആദിമ നിവാസികൾ, അബോർജിൻസ്, അവരെ എങ്ങനെയാണ് ആര്യന്മാർ ഇവിടെ കുടിയേറി കഴിഞ്ഞപ്പോൾ കുടിയേറ്റക്കാരുമായി സംഘടനകൾ ഉണ്ടായപ്പോൾ സമാധാനപ്രിയരും വളരെ അഭിമാനികളും ആയിരുന്ന ഈ ആദിവാസി ഗോത്രങ്ങൾ എന്ത് ചെയ്തു? അവരവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇവിടെയാണ് ഈ ട്രൈബൽ ഗ്രൂപ്പും ദളിത് ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസം. ട്രൈബൽ ഗ്രൂപ്പ് ആർക്കും അടിമകളായിരുന്നില്ല. അവരെന്ത് ചെയ്തു? അവരുടെ കൾച്ചർ സംരക്ഷിച്ചുകൊണ്ട് അവർ വനങ്ങളിലേക്ക് യാത്രയായി, അല്ലെങ്കിൽ മറ്റ് മലയുടെ മുകളിലേക്ക് യാത്രയായി. അവിടെ ഇല്ലങ്ങളായി. ഈ ഗോത്രവും എന്നൊക്കെ പറഞ്ഞതിന് മുമ്പ് ഇല്ലങ്ങളെ നമ്മൾ വിസ്മരിക്കാനായിട്ട് പാടില്ല. ഇല്ലങ്ങളിൽ നിന്നാണ് ഗോത്രമൊക്കെ ഉണ്ടായത്. അപ്പൊ ഇല്ലങ്ങളുടെ ഒരു സമാഹാരം ഉണ്ടായിട്ട് അവരവിടെ അവരുടെ സംസ്കാരവും പൈതൃകവും അവർ ഒരു കാലത്തിൽ മാറി അടിമ. എന്നാൽ ദളിത് ഗ്രൂപ്പിന് പറ്റിയ കുഴപ്പം ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ആര്യന്മാർ വന്നു, അല്ലെ? ആര്യന്മാരോട് വളരെ 1500 വർഷം BC 1500 ആര്യന്മാരോട് വന്നത്. അതിന് മുമ്പേ ഇവിടെ ഉണ്ട് ആരുണ്ട്? ദ്രവിഡിയൻസ് ഉണ്ട്. ദ്രവിഡിയൻസിന്റെ സംഭാവനയാണ് തമിഴ്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഭാഷയാണ് തമിഴ് കേട്ടോ. തമിഴ് ഭാഷയാണ് ഏറ്റവും പുരാതനമായ ഭാഷ. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിനും അതുപോലെ തന്നെ മറ്റ് ഗ്രീക്ക് സംസ്കാരത്തിനും ഒക്കെ മുമ്പേ ഉള്ളതാണ് ഇവിടുത്തെ ദ്രവിഡിയൻ ഗോത്രങ്ങൾ. അതിന് മുമ്പുള്ളതാണ് ഇവിടുത്തെ ആരാണ്? ട്രൈബൽ ഗ്രൂപ്പ്സ്. അപ്പോൾ അതുകൊണ്ട് ഈ ദളിത് ഗ്രൂപ്പിനെ പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘടന ഉണ്ടായപ്പോൾ ഈ ആദിവാസി ഗ്രൂപ്പുകളെ പോലെ അവിടുന്ന് പാലായനം ചെയ്യാതെ ഈ എതിർത്ത് നിൽക്കുന്നതിന് മുമ്പിൽ എന്താണ് അവര് പറയുന്നതെല്ലാം അനുസരിച്ച് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അടിമകളുടെ സംസ്കാരത്തിൽ. അതുകൊണ്ടാണ് ഈ വർണ്ണ സിസ്റ്റം ഉണ്ടായത്. നമ്മൾ വായിക്കുമ്പോൾ അറിയാമല്ലോ, ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് അല്ലെ വായിൽ നിന്ന് ആരാണ് ബ്രഹ്മാവ് ജനിക്കുന്നത്? ബ്രാഹ്മിൻസ് മൗത്തിൽ നിന്ന്. അതുപോലെ തന്നെ അടുത്തതായിട്ട് കൈയാണ് ക്ഷത്രിയൻ എന്ന് പറയുന്നത്. തൊഴിലിൽ നിന്ന് വൈശ്യനുണ്ടായി. ശൂദ്രൻ എന്ന് പറഞ്ഞത് കാൽപ്പാത്തിന്. അതിന്റെ താഴെയാണ് ട്രൈബൽ ഗ്രൂപ്പ്സിനേക്കാൾ. എന്നാൽ ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് ആദ്യമായിട്ട് ഇന്ത്യയുടെ യഥാർത്ഥ ആദിമ നിവാസികൾ. ദളിത് ഗ്രൂപ്പിന് പറ്റിയ, ദളിത് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം തന്നെ തകർക്കപ്പെട്ടത്, ചിഹ്നപ്പെട്ടത്, ഇല്ലാതെയായത് എന്നൊക്കെയാണ് അർത്ഥം. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ആ ഒരു ഈ ആര്യന്മാർ വന്ന് ഇവിടെ സംഘടന ഉണ്ടായപ്പോൾ ഇവർക്ക് ശക്തി കൂടുതലായിട്ട്, ടെക്നോളജി കൂടുതലാണ് ആര്യൻസ്. നമ്മളിവിടെ എന്താണ് പറയുന്നത്? ഹണ്ടർ ഗാദേഴ്സും ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്ന കൃഷിവരന്മാരായ ആൾക്കാരുടെ അടുത്ത് വന്ന് സമ്മർദ്ദം ചെലുത്തി അവരിൽ ഒരു പ്രത്യേക ഒരു സ്ലേവറി സിസ്റ്റം ഉണ്ടാക്കിയതാണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഈ രസകരമായ പ്രതിഭാസങ്ങൾ. ഇന്നും അത് വളരെ ശക്തമായി ഇന്നും അത് തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ് ചില സംഘങ്ങൾ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുതൽ ദേവനാഗരി ലാംഗ്വേജും തമിഴും നമ്മൾ വിസ്മരിക്കരുത്. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ തമിഴ്നാട്ടിലെ ദ്രാവിഡ സംസ്കാരവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ഈ നമ്മുടെ ഇവിടെയുള്ളതായ ഗ്രൂപ്പുകളൊക്കെ. കാരണം ഇത് രണ്ടിനെയും ഒറിജിനൽ പഠിക്കുമ്പോൾ ഏകദേശം അതുകൊണ്ടാണ് അത് ശക്തമായിട്ട് ഹിന്ദിക്കെതിരായിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ എന്താണ് ഹിന്ദിക്കെതിരായിട്ട് ഇവർ പറയുന്നത്. ഹിന്ദിക്ക് പറയുന്നത് ഈ ആര്യന്മാരുടെ കുടിയേറ്റ ഒരു കൗണ്ടർ കൾച്ചറിന്റെ ഭാഗമായിട്ട് അവർ പറയുന്നത്. രണ്ട് വ്യക്തിത്വങ്ങളെ നമുക്ക് മറക്കാനായിട്ട് സാധിക്കില്ല. അംബേദ്കർ, ഡോക്ടർ BR അംബേദ്കർ, അതുപോലെ തന്നെ മറ്റൊരു പ്രശസ്തനായ ദളിത് നേതാവാണ് ഫൂലെ എന്ന് പറയുന്നതായ മറാഠി കവി ഫൂലെ. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതനാണല്ലോ, ജ്യോതിറാവു ഫൂലെ, മഹാത്മാ ജ്യോതിറാവു ഫൂലെ എന്ന് പറയുന്ന ഈ രണ്ടു പേരാണ് യഥാർത്ഥത്തിൽ ഈ ദളിത് ഗ്രൂപ്പിന് വേണ്ടി, ആദിവാസി ഗ്രൂപ്പിനും ഒക്കെ വേണ്ടി ശക്തമായി. ഇപ്പം ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഒരിക്കൽ അംബേദ്കർ ചോദിച്ചു, ഈ ഹരിജൻ എന്ന് പറയുന്ന പദമായിരുന്നു ആദ്യമേ ഗാന്ധിജി കൊണ്ടത്. പക്ഷേ ഈ ഹരിജൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നമുണ്ട്. എന്നാണ് നമ്മൾ ഓർക്കുന്നത്? ഈ ഹരിജൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ല പദമല്ല. ദേവദാസി സമ്പ്രദായത്തിൽ ഉണ്ടാകുന്ന മക്കള്, ഹിന്ദുക്കളിലൊക്കെ ദേവദാസി സമ്പ്രദായത്തിൽ ഉണ്ടാകുന്ന മക്കള് അവരോട് ഒരിക്കൽ നാസി മേത്ത എന്ന് പറഞ്ഞ ഒരു മറാഠി കവി ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പോയപ്പോൾ ഇവരോട് ഈ നാസി മേത്ത ചോദിച്ചു, നിങ്ങളുടെ പിതാവ് ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ ഹൂ ഈസ് യുവർ ഫാദർ, നിങ്ങളുടെ പിതാവാണ്. അപ്പൊ ഈ അമ്മമാരോട് ചോദിച്ചു, ദേവദാസിയോട്. അവർ പറഞ്ഞു, ഞങ്ങൾക്കാരാന്ന് അറിയത്തില്ല, ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളുടെ പിതാവാരാന്ന് ഞങ്ങൾക്ക്, ഞങ്ങൾ ദേവദാസന്മാരാണ്, ഞങ്ങളുമായി ഒത്തിരി പേർക്ക് ഞങ്ങളുമായിട്ട് ബന്ധമുണ്ട്, ഇവരാരാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ഈ നാസി മേത്തയുടെ ഒരു കവിത എഴുതി പിന്നീട്. അതിൽ നിന്നാണ് മഹാത്മാഗാന്ധി ഹരിജൻ എന്ന് പറഞ്ഞവരെടുത്ത്. പക്ഷെ അത് അത്ര സുഗമമായ പദമായിരുന്നു. ഇങ്ങനെ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ് ദളിത് സംഘടനകളും ഒക്കെ ഇതിനെ ഈ ഹരിജനെതിരായിട്ട് പ്രതികരിച്ചത്. അപ്പോൾ അംബേദ്കർ ചോദിച്ചു, അംബേദ്കർ പറഞ്ഞ പ്രൊട്ടസ്റ്റന്റ് ഹിന്ദുസ് എന്ന് വിളിക്കാം, കൺസർവേറ്റീവ് ഹിന്ദുസ് എന്ന് വിളിക്കാം, ഓപ്രസ്ഡ് ക്ലാസ് എന്ന് വേണ്ടി വിളിക്കുക, അതായിരിക്കും ഏറ്റവും നല്ല പേരെന്ന് പറഞ്ഞു. ഞാൻ വാക്കുകൾ സ്മരിക്കട്ടെ. ഞാനത് പറയാനായിട്ട് കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഈ ദളിത് എന്ന് പറയുന്ന പദം ഹീബ്രുവിലുമുണ്ട്. അത് പറയാനും കൂടെയാണ്. ഹീബ്രു പദത്തിന് ഡാൽ എന്ന് പറയുന്ന ഒരു പദമുണ്ട്. അതിന്റെ അർത്ഥം പിളർപ്പെന്നും എന്താണ്
ഈ പറയുന്ന പോലെ ഈ ഞാനിപ്പോൾ പറഞ്ഞ പോലെ മർദ്ദിച്ചത്, വിള്ളലുള്ളത്, താഴ്ന്നത്, അടിച്ചമർത്തിയത്, ആ ഒരു കരുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും ഈ ഒരു ഗോത്രത്തിന്റെ ഭാഗമാണ്, അല്ലെ? ഹിബ്രു ജനത ഒരു ഗോത്രമാണ്. കർത്താവ് ഒരു ദളിതനും ആദിവാസിയാണെന്നൊക്കെ പറയും. മുഖ്യധാര തിയോളജിമാർ ചിലപ്പോൾ അംഗീകരിച്ചത് വരത്തില്ല. ഈ ദളിത് തിയോളജിയുടെ ട്രൈബൽ തിയോളജി പ്രശ്നം എന്നറിയോ? എല്ലാം മുഖ്യധാര തിയോളജിമാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവരാരും ദളിത് തിയോളജി ഒന്നും ഇവരെ ഈ ഗ്രൂപ്പിന്റെ സംഭാവനയല്ല. സിസ്റ്റമാറ്റിക് തിയോളജി എടുത്ത് നോക്കിക്കേ, എല്ലാ ഉയർന്ന ക്ലാസ്സിൽ ഏറ്റവും ഉയർന്ന ആൾക്കാരാണ് തിയോളജിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റാണ് നമുക്ക് ദൈവത്തെ കുറിച്ച് കേൾക്കുന്നത്. പക്ഷെ കർത്താവായ യേശുക്രിസ്തു ഒരു ദളിതനായിരുന്നോ ട്രൈബൽ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പറയും ഈ അച്ഛനാണ്. പക്ഷെ ഞാൻ അങ്ങനെ പറയാം, രൂപമില്ലാത്തവനായി, ഗുണഭാവം ഇല്ലാത്തവനായി, തകർന്നവനായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കുന്നത് ഈ ദളിത് ഭാവവും മാർജിനലൈസേഷനും ഒക്കെയാണ്. ഈ ട്രൈബൽ ഗ്രൂപ്പിൽ അനുഭവിച്ച വേദനകളാണ്. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞത് നമുക്കിന്റെ ഭാഗ്യം, നമ്മളാരും അത്രയും കുറഞ്ഞു വരുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സംഘപരിവാര ടീമൊക്കെ വീണ്ടും ആ പഴയ വർണ്ണാശ്രമമൊക്കെ കൊണ്ടുവരാനായിട്ടൊരു ശ്രമം നടത്തിയാണ്. അപ്പൊ ഇവിടെ വളരെ അർത്ഥവത്തായ ബഹുമാനം നമ്മുടെ പ്രിയ സെക്രട്ടറി പറയുകയുണ്ടായി. എവിടെ വരെയാണ് ഒരു പഞ്ചായത്ത് തലത്തിലൊക്കെ നീക്കിയ നമുക്കൊരു, ഞാൻ ചോദിക്കട്ടെ, ജില്ലാ പ്രസിഡന്റ് എത്ര പേര്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എത്ര പേരുണ്ട്? ഞാൻ ചോദിക്കട്ടെ, പോലീസിന്റെ ഒരു DAG ആയിട്ട്, DGP ആയിട്ട് എത്ര പേര് വന്നിട്ടുണ്ട്? നമുക്ക് കുറെ SP മാരെയൊക്കെ വരെ അവിടെ നിർത്തി, അല്ലെ IG-യുടെ തലവരെ നിർത്തിയിട്ട് നമ്മളോട് പറയാം, വായി നിങ്ങൾക്ക് ഇതിനപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എത്ര ഹൈക്കോടതി ജഡ്ജിമാരുണ്ടായിട്ടുണ്ട്? സുപ്രീം കോടതിയിൽ എത്ര ജഡ്ജിമാരുണ്ടായിട്ടുണ്ട്? ആകെ നമുക്ക് പറയാനായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നിന്നുള്ള, അല്ലേ, നമ്മുടെ നേരത്തെ ഇരുന്ന ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആൾ, അങ്ങനെ കുറച്ച് പേരുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആദിമ നിവാസികളായ ആൾക്കാരെ അബ്സോർവ് ചെയ്യാനായിട്ടുള്ള വലിയ പ്രശ്നമുണ്ട്. അതിന് കാരണമൊക്കെ നമ്മൾ തന്നെയാണ്. നമ്മളിങ്ങനെ ചിതറിച്ച് വിഘടിച്ച് പല ഗ്രൂപ്പുകളായിട്ട് നിൽക്കുക, വിഘടിച്ച് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷ് തന്ത്രം തന്നെയാണ് ഈ ഭരണജ്ഞന്മാരെല്ലാം നമ്മളോട് ചെയ്യുന്നത്. നമുക്കൊരു ഐക്യമുണ്ടായിരുന്നെങ്കിൽ പണ്ട് ഇതെല്ലാം നമ്മൾ പിടിച്ചത്. ഏകദേശം 85 നല്ലൊരു ശതമാനം ഈ ഗ്രൂപ്പാണ് ഉള്ളത്. പക്ഷെ ഇപ്പോഴും ഈ ബ്രാഹ്മിൻസും ഒക്കെയാണ് ഇതിന്റെ എല്ലാം മുഖ്യധാരയിൽ നിൽക്കുന്നത്. കാരണം നമുക്ക് ഐക്യമില്ല. പല ഇതിലായിട്ട് നമ്മളിങ്ങനെ വീടിച്ച് നിൽക്കുക. നമ്മുടെ മണ്ണ് നഷ്ടപ്പെടുന്നു, നമ്മുടെ സമ്പർക്കം നഷ്ടപ്പെടുന്നു, നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നു. ഇതിന്റെ സഭകളിലും കൂടെ നമ്മൾ നോക്കണം. സഭകളിലും ഇത് തന്നെയല്ലേ, അല്ലെ? ഈ പേരിന് ചില സഭാപിതാക്കന്മാരൊക്കെ ഇതിനോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും അവരെ ഉള്ളിലൊക്കെ ഇപ്പോഴത്തെ അടുത്ത സമയത്തുള്ള പ്രശ്നങ്ങളൊക്കെ, സീറോ മലബാറിലുള്ള പ്രശ്നം എന്താ? അങ്ങോട്ട് നിൽക്കണം, ഇങ്ങോട്ട് നിൽക്കണം. അങ്ങോട്ട് നിൽക്കുന്നത് ജാതി കൂടിയവരുടെ, ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത് ജാതി കുറഞ്ഞവരുടെ. ഇതാണ് അവിടുത്തെ പ്രശ്നത്തിന് ഏറ്റവും വലിയ പ്രശ്നം. കാലത്തെ പ്രശ്നം ഇതാണ്. അങ്കമാലികളിൽ പറഞ്ഞ് ഞങ്ങൾ ഈ പറയുന്ന വർഗവർണ്ണ ബാസൽ മിഷൻ ട്രഡീഷണൽ പെട്ടാണെങ്കിൽ ആ പ്രദേശത്തുള്ള ആൾക്കാർ ഞങ്ങളിന്നും വലിയ വിശ്വാസം. പക്ഷെ ഞങ്ങൾ ബ്രാഹ്മിൻസാണ്, ഞങ്ങൾ ഇങ്ങോട്ട് നിന്ന് കുറച്ച് സുറിയാനിയൊക്കെ പറഞ്ഞാലേ ഞങ്ങൾക്കൊരു സുഖം വരത്തുള്ളൂ. നിങ്ങളെന്താ, നിങ്ങളും ഞങ്ങളുടെ കൂടെ തിരിഞ്ഞു നിൽക്കണം, എങ്കിൽ മാത്രമേ വലുതുള്ളൂ. മാർപ്പാപ്പ ഇങ്ങനെ തിരിഞ്ഞാൽ നിൽക്കണം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നിങ്ങൾ തിരിഞ്ഞു നിന്നാലേ പറ്റത്തുള്ളൂ. ഇതാണ് സഭകളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് വാക്കുകൾ സ്മരിക്കട്ടെ, ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇന്ത്യൻ ദൈവശാസ്ത്രത്തിലും ഈ ക്ലാസ് സിസ്റ്റം ഉണ്ട്. പല ദൈവശാസ്ത്രവും ഇന്ത്യൻ ക്രിസ്ത്യൻ തിയോളജി വായിച്ചു നോക്കുമ്പോൾ ഇതെല്ലാം മുഖ്യധാര തിയോളജിന്മാരുടെയാണ്. വളരെ കുറച്ച് പേരെ മാത്രമേ ഉള്ളൂ. ഉദാഹരണമായിട്ട് ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ വിനയരാജനച്ചൻ എന്ന അച്ഛനുണ്ട് മർത്താസഭയുടെ. അത് വളരെ അപൂർവമായ സാധ്യത കിട്ടുന്നു. നല്ല ഉന്നതമായ വിദ്യാഭ്യാസമുള്ള പല അവിടുത്തെ പിതാക്കന്മാരെക്കാളും ഒക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. പക്ഷെ വളർന്ന് ഒരുപാടായിട്ട് സമ്മതിക്കത്തില്ല. മുളയിലെ ഞുള്ളിക്കളയുന്ന ഒരു പ്രവണത. അവിടെ വളരെ ആ ഒരു സ്വത്വം നമ്മുടെ ഇവിടുത്തെ പൗരാപുരാണമായ ഒരു ജനതയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ഈ രണ്ട് ഗ്രൂപ്പുകൾ ഒരുമിച്ച് നിന്ന് സഭയോടുകൂടി, സഭയിൽ ഇതിനോട് ഐക്യത, എല്ലാ പ്രശ്നങ്ങളോടും ഐക്യദാർഢ്യം പുലർത്തിയ സോളിഡാരിറ്റി നിർവഹിച്ച കർത്താവിനെ പോലെ അവസാനം കുരിശുമരണം ഉണ്ടാകും ഉറപ്പാണ്. പക്ഷെ ഉയർത്തെഴുന്നേൽപ്പ് അവിടെ ഉണ്ട് ഉറപ്പായിട്ടും. നമുക്കെല്ലാം കുരിശുമരണമാണ് ഇതിനൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുണ്ടാകുന്നത്. പക്ഷെ ഉയർപ്പുണ്ടാകണമെങ്കിൽ ഒരു കുരിശുമരണം സഭ അനിവാര്യമാണ്. അവിടെ എൻ്റെ വാക്കുകൾ സ്മരിക്കട്ടെ. ഇതിന് എല്ലാവിധമായ മംഗളങ്ങൾ ഞങ്ങൾ ശുശ്രൂഷകളിൽ ആശംസിക്കുന്നു. ഇതൊരു നല്ല മൂവ്മെന്റ് ആയിട്ട് മുമ്പോട്ട് വരട്ടെ. ഇങ്ങനെ പ്രാദേശികമായ സമ്മേളനങ്ങളോട് മാത്രമല്ല, ഇത് നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ഇതിന്റെ പഠനങ്ങൾ ആരംഭിക്കണം. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. സഭയിൽ ഇത് പഠിപ്പിക്കണം. ഈ സഭയുടെ സൺഡേ സ്കൂളിന്റെ സിലബസിനകത്ത് ഈ മാർജിനലൈസേഷനെ കുറിച്ചൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. പിന്നെ ഇന്ന് പലരും ഞാൻ കണ്ടിട്ടുള്ള ഞാൻ പലർക്കും ഇതിന്റെ ഈ ഒരു ഐഡന്റിറ്റി അത്ര ഇഷ്ടമില്ലാത്തവരാണ്. ഐഡന്റിറ്റി അത്ര ഇഷ്ടമില്ല. ഒരർത്ഥമൊക്കെ ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ തലം മാറ്റി പറയുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെ? തൊടുപുഴ, കോട്ടയം, പാല, ഇതുകൊണ്ട് മേലുകാൻ പറ്റുമെന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഇപ്പം മഴുപൊടി എന്ന് എനിക്ക് പറയാൻ സാധിക്കാതെ വന്നാൽ എനിക്ക് ജോലിയൊക്കെ കിട്ടിയ സ്റ്റാറ്റസ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എവിടെ വീട്, ഞാൻ തൊടുപുഴയാണ് വീട്.
മഴുവഴി എന്ന് പറയാൻ, മഴുവഴിയാണ് ഇതിന്റെ വീട്, പക്ഷെ പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ഈ ജാടകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഉള്ളതുപോലെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഇതിന്റെ അല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നത്, സംഭവം ഇല്ലാതാകും, ഒന്നും ഇല്ലാതാകും, എല്ലാം ഇല്ലാതായി അവസാനം നഷ്ടപ്പെട്ടവരുടെ ഗണത്തിലായി. നമ്മൾ അങ്ങനെ മാറാനായിട്ട് നമ്മൾ ഇടയാക്കരുത്. ചരിത്രത്തെ കുഴിച്ചു മൂടാനായിട്ട് നമ്മൾ ഇടയാക്കരുത്. നമ്മൾ ശക്തമായി ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് പഠനങ്ങൾ തുടരണം. ഇത് ചരിത്രം നമ്മളെ പഠിപ്പിക്കണം, സഭാചനങ്ങളെ പഠിപ്പിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അർത്ഥവത്തായ രീതിയിൽ ഇത് നല്ല മൂവ്മെന്റായി തീരുവാനായിട്ട്, ഇതൊരു ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ വിപ്ലവം ഉണ്ടാക്കിയതായ ആ തലത്തിലേക്ക് മാറാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനായ നിങ്ങൾ എല്ലാവരെയും അനുവാദത്തോടുകൂടെ ഈ സമ്മേളനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് വിനയോടെ ഞാൻ അറിയിക്കുന്നു.